ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. ഇന്നത്തെ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് ഞങ്ങൾ കോഴിക്കോട് ലുലുമാളി പോയതായിരുന്നേ. ട്രെയിനിലാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. ഒരു 8:45 ട്രെയിനിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങളിത് കാലിക്കറ്റ് എത്തി. ചായ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ റഹ്മത്തിൽ കയറിയിട്ട് ചായ എല്ലാം കഴിച്ച് അവിടെ നേരെ ഓട്ടോ വിളിച്ചിട്ട് ഞങ്ങൾ അങ്ങനെ ലുലുമാളിയിൽ വന്നിട്ടുണ്ടായിരുന്നേ. ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ കുറച്ച് മുന്നേ ടൈൽസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് വന്ന സമയത്ത് ഇതിൻ്റെ പണികളൊക്കെ നടക്കുന്നുണ്ടായിരുന്നേ. അന്ന് ഇത് ഓപ്പണിങ് ആയിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇത് അതിൻ്റെ ശേഷം ഫസ്റ്റ് ടൈമാണ് നമ്മളിവിടെ വരുന്നത്. അങ്ങനത്തെ ഞങ്ങളിവിടെ വന്ന് ഭയങ്കര തിരക്കുണ്ടായിരുന്നു കേട്ടോ. തിരക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വെക്കേഷനല്ലേ, അതുകൊണ്ടായിരിക്കും ഒന്നും കൂടി തിരക്കെന്ന് തോന്നണേ. അങ്ങനെ തന്നെ ഞങ്ങൾ ആദ്യം തന്നെ സൂപ്പർ മാർക്കറ്റിലേക്കാണ് കയറിയിട്ടുണ്ടായിരുന്നത്. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ നമ്മുടെ വീട്ടിലേക്കുള്ള സാധനങ്ങൾ ഉണ്ടാവുമല്ലോ, ക്രോക്കറി സാധനങ്ങൾ, അതൊക്കെ ഒന്ന് ജസ്റ്റ് കാണാമല്ലോ എന്ന് വെച്ചിട്ട് കയറിയതാണ്. ഒരുപാട് വെറൈറ്റി പ്ലേറ്റുകളുണ്ട് കേട്ടോ ഇവിടെ, സെറാമിക്കിൻ്റെതും അങ്ങനെയൊക്കെ ആയിട്ട് നല്ല രസമുണ്ട് കാണാൻ. അതേപോലെ തന്നെ എന്താ പറയുക, ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഞാൻ കൂടുതൽ നോക്കിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതിനേക്കാളും വെറൈറ്റി പ്ലേറ്റൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് റേറ്റ് ഉണ്ട്, എന്നാലും അതിനനുസരിച്ചിട്ടുള്ള ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നെക്സ്റ്റ് നോക്കിയത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഫുൾ സെറ്റായിട്ട് വരുന്നതാണ് കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ സെർവ് ചെയ്യുന്ന ഡിന്നർ സെറ്റിൻ്റെ ഒക്കെ ഒരു സെക്ഷനിലേക്കാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. ഇവിടെയും കുഴപ്പമില്ലാത്ത കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നോക്കില്ലായിരുന്നേ. അങ്ങനെ ആ സെക്ഷനിലൊക്കെ പ്ലേറ്റും കാര്യങ്ങളൊക്കെ നോക്കി സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നേ. പിന്നെ ഞങ്ങൾ നേരെ പോയത് കേക്ക് ഐറ്റംസിലാണ് കേട്ടോ. പല പല വെറൈറ്റി കേക്കുകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് എന്താ പറയുക, ഏറ്റവും മുകളിലാണ് ഫുഡ് കോർട്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെ നിന്ന് ജസ്റ്റ് കയറിയിട്ട് ഞങ്ങൾ ജ്യൂസൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. കാരണം രാവിലെ ഞങ്ങൾ ചായ കുടിച്ചതല്ലേ, അപ്പോൾ അങ്ങനെ ഇത്ര വിശക്കണമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നല്ല തിരക്കുണ്ട് കേട്ടോ. ഈ കുട്ടികളുടെ ഗെയിമും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലം ഉണ്ടല്ലോ, അവിടെയൊക്കെ നല്ല തിരക്കുണ്ടായിരുന്നു വെക്കേഷൻ ആയതുകൊണ്ട്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ ലുലുവിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ പോയത് മിഠായി തെരുവിക്കാണ് കേട്ടോ. കുറേ മുന്നേ എന്താ പറയുക, കോളേജിലുള്ള സമയത്തൊക്കെ അവിടെ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ജസ്റ്റ് അവിടെ കയറിയിട്ട് ടോപ്പൊക്കെ ഒന്ന് നോക്കി വെച്ചതായിരുന്നു. പക്ഷേ കളക്ഷൻസ് ഒന്നും അത്രയില്ല, ഞങ്ങൾ എടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നില്ല, എന്നാലും ജസ്റ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെയും ഭയങ്കര റഷ് ആയിരുന്നു കേട്ടോ. നല്ല തിരക്കുണ്ടായിരുന്നു. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കാൻ പറ്റാത്തൊരവസ്ഥ പോലെയൊക്കെയായിരുന്നു കേട്ടോ, അത്രയും തിരക്കുണ്ട്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ജസ്റ്റ് അവിടേക്ക് നടന്നിട്ട് പിന്നെ നേരെ പോയത് ജസ്റ്റ് എന്താ പറയുക, ചായ അല്ലെങ്കിൽ എനിക്ക് ഫുഡ് കഴിക്കാനുള്ള മൂഡൊന്നും ഉണ്ടായിരുന്നില്ല. ഉച്ച സമയമാണെങ്കിൽ വിശക്കണമെന്നുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തെങ്കിലും സ്നാക്സ് ഐറ്റംസ് എന്തെങ്കിലും കഴിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് എന്തോ പഴത്തിൻ്റെ എന്തോ ഒരു ഐറ്റംസ് ഉണ്ട്, അതും ബീഫും കൂടി കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടുത്തെ ഒരു വെറൈറ്റിയാണ്, ഒരു പായസം പോലത്തതാന്ന് പറഞ്ഞിട്ട് അവർ തന്നതായിരുന്നു. അതും കൂടി കഴിച്ചിട്ടുണ്ടായിരുന്നു. കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ നേരെ പോയത് ബീച്ചിലോട്ടാണ് കേട്ടോ. ബീച്ചിലേക്ക് പോകാനുള്ളൊരു സമയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 5 മണി 4 മണി സമയം ആയിക്കോട്ടെ വെച്ചിട്ട് വെയിറ്റാക്കി നിന്നതായിരുന്നു. കാരണം ഭയങ്കര വെയിലായിരുന്നു. അങ്ങനെ അവിടെ പോയി നോക്കുമ്പോൾ ഞാൻ കോഴിക്കോട് ബീച്ചിൽ ഞാൻ ചിലപ്പോൾ ആ ഭാഗത്തേക്കൊക്കെ പോകുമ്പോൾ പോകാറുണ്ട്. പക്ഷേ ഇത്രയും തിരക്കുള്ളൊരു സംഭവം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. കാരണം ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 4, 5, 6 സമയമൊക്കെ ആകുമ്പോഴേക്കും ടൈമൊക്കെ ആകുമ്പോഴേക്കും തിരക്ക് ഇങ്ങനെ കൂടി വരികയായിരുന്നു. പിന്നെ വെക്കേഷനല്ലേ, അപ്പോൾ എല്ലാവരും കൂടി കുട്ടികളായിട്ടൊക്കെ കൂടിയിട്ട് അങ്ങനെ എല്ലാവരും ഒരു എൻജോയ്മെൻറ്റിന് വന്നതായിരിക്കും. അത്രയും തിരക്കായിരുന്നു. അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് എന്താ വെച്ചാൽ ഉപ്പിലിട്ടതും പിന്നെ ഐസിൻ്റെ എന്തൊക്കെയില്ല, ഐസ് ചിരണ്ടിയത്, അതൊക്കെ കൂടി കഴിച്ചിട്ടുണ്ടായിരുന്നേ.
ഭയങ്കര വൈബായിരുന്നു കേട്ടോ അന്നത്തെ ഒരു ഡേ. നല്ലൊരു സൂപ്പർ ഡേ ആയിരുന്നേ. അങ്ങനെ ഞങ്ങൾ അവിടെ ഒരു വൈകുന്നേരമൊക്കെ അവിടെ വരെ അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നേ. പിന്നെ ഞങ്ങൾ തിരിച്ച് വരുന്നതും ട്രെയിനിൽ തന്നെ വരാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ബസ്സിലാണെങ്കിൽ ഒന്നും കൂടി ഇതാവുമല്ലോ, ചില ലേറ്റ് ആവണ്ടല്ലോ വെച്ചിട്ട് ഞങ്ങൾ ട്രെയിനിൽ തന്നെ വരാമെന്ന് വിചാരിച്ച്. അങ്ങനെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ വീട്ടിലെത്തുമ്പോൾ. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങൾ കോഴിക്കോട് പോയ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. വീഡിയോ മുഴുവനായിട്ട് കണ്ടു നോക്കുക. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇൻഷാല്ലാ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, ബൈ, താങ്ക് യു.